ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ഈ 2026 നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ പാരബൺസോ കെമിക്കൽസോ ഒന്നും ഇല്ലാത്തതും നിങ്ങൾക്ക് നല്ല സേഫും അതുപോലെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ 3 അടിപൊളി ഫേസ് വാഷും അതുപോലെ 3 ബോഡി വാഷും ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളീ പല ആൾക്കാരും ഇപ്പോഴും നമ്മുടെ സ്കിന്നിന് മാച്ചായ ഫേസ് വാഷും അതുപോലെ ബോഡി വാഷും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ അപാകത സംഭവിക്കാറുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളെങ്ങനെ സാധാരണ ഒരു ബോഡി വാഷ് ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഏതെങ്കിലും പിള്ളേർ വന്നിട്ട് പറയും, ഈ ഒരു ഫേസ് വാഷ് ഞാൻ കുറേ നാൾ യൂസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര റിസൾട്ടാണ്, നിങ്ങളും മേടിച്ചു, നിങ്ങൾക്ക് നല്ല ഉപകാരമാണ്, നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകും, ബ്രൈറ്റ് ആകും എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളിൽ എത്ര പേര് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയൊക്കെ സെലക്ട് ചെയ്യുന്നത്? കാര്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പാരബൺസ് ഉണ്ടോ, അതുപോലെ ഇതിൻ്റെ pH കറക്റ്റാണോ, അതുപോലെ നിങ്ങളുടെ സ്കിൻ ഇത് മാച്ചാണോ എന്നൊന്നും ചിന്തിക്കാതെയൊക്കെ നമ്മൾ മേടിക്കുന്നത്. അതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ അത് സെറ്റായി നിൽക്കും. ബാക്കി ഭൂരിഭാഗം ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഫേസ് വാഷോ ബോഡി വാഷോ സെറ്റ് ആകണമെന്നില്ല. കാര്യം ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുണ്ടാകാം, അതുപോലെ ചിലപ്പം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുള്ള ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ അവരുടെ സ്കിൻ ടൈപ്പിന് ചിലപ്പോൾ ഈ ഒരു ഫേസ് വാഷോ ബോഡി വാഷോ സെറ്റായെന്ന് വരില്ല. അവരെന്തിനാണോ ആ ഫേസ് വാഷോ ബോഡി വാഷോ യൂസ് ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നമ്മൾ കറക്റ്റായിട്ട് അതായത് നമ്മുടെ സ്കിന്നിന് മാച്ചായ ബോഡി വാഷും അതുപോലെ തന്നെ ഫേസ് വാഷൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് നമ്മുടെ സ്കിന്നിന് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒന്നാമത്തെ ബെനിഫിറ്റ് നമ്മുടെ സ്കിൻ ബാരിയർ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. രണ്ടാമത്തെ കാര്യവും നമ്മുടെ സ്കിന്നിൻ്റെ pH എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കാരണം നമ്മുടെ സ്കിന്നിന് വേണ്ട pH പറഞ്ഞാൽ 5 to 5.5 ആണ് pH വേണ്ടത്. അതെപ്പോഴും നല്ല മെയിൻറ്റെയിൻ ആയിരിക്കും. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസിറ്റി എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസിറ്റി കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇലാസിറ്റി എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഏജിങ് പ്രശ്നങ്ങളോ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യത്തില്ല. പിന്നൊരു ഗുണം പറഞ്ഞാൽ നമുക്ക് ആക്നെ പിമ്പിൾസ് ഒന്നും നമ്മുടെ ബോഡിയിലോ ഫേസിലോ ഓവറായിട്ട് വരത്തില്ല. കാര്യം നമ്മൾ കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യുന്ന മൂലം. പിന്നെ നമ്മുടെ ബോഡിയിൽ എക്സസീവായി വരുന്ന ഡേർട്ട്, ഓയിൽ, ഡസ്റ്റ് ഇതെല്ലാം നീക്കം ചെയ്യും. പിന്നൊരു ഗുണവും നമ്മുടെ ഫേസും ബോഡിയിൽ എപ്പോഴും നല്ല മോയ്സ്ചറൈസായിട്ട് നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാൻ സഹായിക്കും. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അതൊക്കെ നമ്മുടെ സ്കിന്നിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ബോഡിയും ഫേസും ക്ലെൻസ് ചെയ്യണം. എന്നാലേ നമുക്കത് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആകത്തുള്ളൂ. അപ്പോൾ അതിനും ഇത് എഫക്റ്റീവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. ഇനി നമ്മൾ ബോഡിക്കും ഫേസിനും മാച്ചാകാത്ത പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒന്നാമത്തെ കാര്യം നമ്മുടെ pH നഷ്ടപ്പെടുന്നതാണ്, ബോഡിയുടെ pH നഷ്ടപ്പെടുന്നതാണ്. രണ്ടാമത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആകുന്നതാണ്. മൂന്നാമത് സ്കിൻ ഓവറായി ഡ്രൈ ആകുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആക്നെ, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ വന്ന് പോകുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഡള്ളായിരിക്കുന്ന ഒരു ഫ്രഷ് ലുക്കോ ഗ്ലോയിങ് ലുക്കോ കിട്ടത്തില്ല. സോറിയാസിസ് പോലെ ത്വക്ക് രോഗങ്ങൾക്ക് നമ്മുടെ സ്കിന്നിൽ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഈ ഇറിറ്റേഷൻ, റെഡ്നെസ്, അതുപോലെ തന്നെ സ്വെല്ലിങ്, അങ്ങനെ പല ഇഷ്യൂസും നമ്മുടെ സ്കിന്നിൽ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തെറ്റായ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ ഈ 6 പ്രൊഡക്ട്സ്, അതായത് 3 ഫേസ് വാഷും 3 ബോഡി വാഷും നിങ്ങളുടെ സ്കിന്നിന്, അതായത് നിങ്ങളുടെ സ്കിന്നിൻ്റെ pH മാച്ചായ പ്രൊഡക്ട്സാണ്. അതുപോലെ പാരബൺസോ കാര്യങ്ങളൊന്നുമില്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരത്തുമില്ല, നിങ്ങൾക്ക് നല്ല സേഫായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം നമുക്ക് 3 ഫേസ് വാഷ് പരിചയപ്പെടാം. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിൾ എന്ന ബ്രാൻഡിൻ്റെ റീഫ്രഷിംഗ് ഫേസ് വാഷാണ്. ഇതിൻ്റെ pH 5.5 ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് സെറ്റാണ്, ഇൻക്ലൂഡിങ് സെൻസിറ്റീവ് സ്കിൻ ഓൾസോ. ഇതിൻ്റെ മെയിൻ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, ഡ്രൈ ആകാതെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. നമ്മുടെ സ്കിൻ ബാരിയർ എപ്പോഴും നല്ല ഹെൽത്തിയായി വെക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് എപ്പോഴും നല്ല ബ്രൈറ്ററും നല്ല സ്മൂത്തും ആയിരിക്കാൻ സഹായിക്കും. നമ്മുടെ രണ്ടാമത്തെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ സെറ്റാഫിലില്ലേ, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും നമ്പർ 1 ബ്രാൻഡാണ് സെറ്റാഫിൽ. സെറ്റാഫിലിൻ്റെ ബ്രൈറ്റ് ഹെൽത്തി റേഡിയൻസ് ബ്രൈറ്റ്നസ് റിവീൽ ക്ലെൻസറാണ്. ഇതിൻ്റെ pH 5.5 ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് സെറ്റാണ്. ഈ ഒരു ഫേസ് വാഷിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡള്ളായ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ദ ഡെർമാക്കോ എന്ന ബ്രാൻഡിൻ്റെ 2% കോജിക് ആസിഡ് ഫേസ് വാഷാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഓക്കെയാണ്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ മറ്റുള്ള 2 ഫേസ് വാഷുകൾ അപേക്ഷിച്ച് ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ ആക്നെ മാർക്സ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. അപ്പോൾ 3 ഫേസ് വാഷുകൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഈ 3 ഫേസ് വാഷുകളും നിങ്ങൾ ഡെയിലി 3 ടൈംസ് വേണം യൂസ് ചെയ്യാം. ഒരു മിതത്തിലേ യൂസ് ചെയ്യാവുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ നോർമൽ വെള്ളം വെച്ച് വാഷ് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബോഡി വാഷ് പരിചയപ്പെടാം. ഒന്നാമത്തെ ബോഡി വാഷ് എന്ന് പറഞ്ഞാൽ ഡോവ് എന്ന ബ്രാൻഡിൻ്റെ ഈവൻ ടോൺ ബോഡി വാഷാണ്. ഇതും നമ്മുടെ pH മാച്ച് ആയിട്ടുള്ള ബോഡി വാഷാണ്. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ ബോഡി വാഷ് എന്ന് പറഞ്ഞാൽ കെമിസ്റ്റ് അറ്റ് പ്ലേ എന്ന ബ്രാൻഡിൻ്റെ ബ്രൈറ്റനിങ് ബോഡി വാഷാണ്. ഇതും നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി pH ആണ്.
ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇത് നമ്മുടെ ടാൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, നമ്മുടെ ഡൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, നമ്മുടെ ബോഡി ആക്നെ മാർക്സ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, അതുപോലെ നമ്മുടെ റഫ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ അതൊന്ന് സ്മൂത്തൻ ചെയ്ത് ഒന്ന് ഗ്ലോ ആക്കാൻ സഹായിക്കും. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ബോഡി വാഷ് പറഞ്ഞാൽ മിനിമാലിസ്റ്റ് എന്ന ബ്രാൻഡിന്റെ സാലിസിലിക് ആസിഡ് ബോഡി വാഷാണ്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഇത് നമ്മുടെ ബോഡി ആക്നെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും, അതുപോലെ നമ്മുടെ പോർസ് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓപ്പൺ ചെയ്ത് ക്ലിയർ ആക്കാൻ സഹായിക്കും, റഫ് ആയിട്ടുള്ള സ്കിൻ നന്നായിട്ട് സ്മൂത്തൻ ചെയ്യും, അതുപോലെ നമ്മുടെ ഓവറോൾ സ്കിൻ ക്ലാരിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ ബോഡി വാഷ് പരിചയപ്പെട്ടല്ലോ. ഈ ബോഡി വാഷും ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് വാഷും മൈൽഡാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കിന്നിൽ യാതൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ പ്രൊഡക്ട്സ് എല്ലാം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളുടെ ബഡ്ജറ്റിന് ഏതാണ് മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.